പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിൽ സ്ഥാനം ഉറപ്പിക്കാൻ, തൻ്റെ സ്ഥാനം നിലനിർത്താൻ ഇതിനൊക്കെ തന്നെ അസിം മുനീർ എന്ന് പറയുന്ന സർവ്വസൈന്യാധിപൻ ശ്രമിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ഭരണഘടന തിരുത്തി എഴുതാനുള്ള നീക്കം നടത്തുന്നു. ഇതാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത. എന്തായിരിക്കും ഉദ്ദേശം? ഭരണഘടന ഇന്ന് ഭേദഗതി ചെയ്യുകയാണ്. അത് പാർലമെന്റിൽ വെക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ പട്ടാളത്തിന് രാജ്യത്തിന് തീറെഴുതുന്ന ഭരണഘടനാ ഭേദഗതി 27ാം ഭേദഗതി വരുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഉടമാവകാശം പാർലമെന്റിന് കൊടുക്കുന്ന മട്ടിലാണ് അത് ആ ഭേദഗതികൾ വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ ഈ മറ്റേ ആർട്ടിക്കിൾ 243 243 അത് പറയുന്നത്, ഇനി ഈ ഭേദഗതി ചെയ്യുമ്പോൾ പറയുന്നത്, മറ്റേ പ്രസിഡന്റ് ഇപ്പോൾ ഈ വകുപ്പ് 243 പറയുന്നത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പട്ടാള മേധാവിയെ നിയമിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരം നിയമനങ്ങൾ ഇനി പ്രസിഡന്റ് അല്ല നിർവഹിക്കുക. ഇനി ഭേദഗതി വരുമ്പോൾ ഫീൽഡ് മാർഷൽ, മറ്റേ മുനീർ ഫീൽഡ് മാർഷലാണല്ലോ. ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞ തസ്തിക ഭരണഘടന തന്നെ എഴുതി ചേർക്കുക. ഈ ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞ പദവി, ഈ പ്രസിഡന്റിന്റെ പദവി, പ്രധാനമന്ത്രിയുടെ പദവി പോലെ ഒക്കെ മൊത്തം സേനയെ നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് അതിൻ്റെ അകത്ത് വരുന്നു. എന്നിട്ട് ഈ ഫീൽഡ് മാർഷൽ ആണ് കരസേനാ മേധാവിയെ നിയമിക്കുന്നത്. ഇനി നേവി മേധാവിയെ നിയമിക്കുന്നത്, വ്യോമസേനയുടെ മേധാവിയെ നിയമിക്കുന്നതൊക്കെ ഇനി ഫീൽഡ് മാർഷൽ ആരാണോ അയാളായിരിക്കും. പ്രസിഡന്റിനെ പോലെ പ്രധാനമന്ത്രിയെ പോലെ ഈ ഫീൽഡ് മാർഷലും 5 കൊല്ലത്തെ കാലാവധി ഭരിക്കും. അപ്പം മുനീർ ഫീൽഡ് മാർഷലായിട്ട് 5 കൊല്ലം കൂടി ഇനി അവിടെ ഉണ്ടാവും. മുനീറിനെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ന് പാകിസ്ഥാനിൽ ഉണ്ടാകുന്നത്. അപ്പോൾ സർക്കാരിന് താഴെ അല്ല പട്ടാളം, സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് പട്ടാളം എന്ന് ഭരണഘടനാ ഭേദഗതിയോടുകൂടി. ഇത് സാധാരണഗതിയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന അങ്ങനെ തന്നെയാണെങ്കിലും ഇതിപ്പോൾ രേഖയിൽ വരികയാണ്. ഭരണഘടനയിൽ തന്നെ ശരിക്കും ഭരിക്കുന്നത് ഇനി പട്ടാളമായിരിക്കും. പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഇല്ലേ? ഫീൽഡ് മാർഷൽ, ഫീൽഡ് മാർഷൽ എന്ന് പറയുന്നത് പ്രസിഡന്റും പ്രധാനമന്ത്രിയും പോലെ തന്നെ ഭരണഘടനയിൽ ഒരു പദവിയായിട്ട് ഇന്ന് ഈ പാസ്സാവുന്നതോടുകൂടി, ഭരണഘടനാ ഭേദഗതി പാസ്സാവുന്നതോടുകൂടി പാകിസ്ഥാനിൽ നിലവിൽ വരും. അപ്പോൾ ഈ 5 വർഷത്തേക്കായിരിക്കും ഈ സർവീസ് ചീഫ്. പിന്നെ ഇതിൻ്റെ താഴെ വൈസ് ചീഫ് എന്ന് പറഞ്ഞൊരു പദവിയും കൂടി വരാൻ പോകുന്നുണ്ട്, ഉപമേധാവി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളോട് മുനീർ പറയും, അയാൾ ബാക്കി കാര്യങ്ങൾ മുനീറിന് വേണ്ടതൊക്കെ പട്ടാളത്തിൽ ചെയ്തു കൊടുത്തോളും എന്ന നിലയ്ക്ക് വൈസ് ചീഫ് ഉപമേധാവി എന്ന് പറഞ്ഞൊരു തസ്തിക പദവി അവിടെ പട്ടാളത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ, വിഭവത്തിൻ്റെ ഖനനമൊക്കെ ഇല്ലേ, ഇപ്പം മറ്റേ അപൂർവ ധാതുക്കളുമൊക്കെ, ഇതൊക്കെ പട്ടാളത്തിൻ്റെ ചുമതലയിലായിരിക്കും എന്ന് ഭരണഘടനയിൽ വരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ്, പാലം, ഇതിൻ്റെയൊക്കെ നിക്ഷേപം. നമ്മൾ സിന്ധിൽ തന്നെ ഈ 6 കനാലുകളുടെ ഒരു പദ്ധതി പാകിസ്ഥാൻ പട്ടാളം ചെയ്യുന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇത്തരം അടിസ്ഥാന സൗകര്യ പദ്ധതികളെല്ലാം പട്ടാളമാണ് ചെയ്യാന്നും ഭരണഘടനയിൽ. അപ്പോൾ അമേരിക്ക, ചൈനയുമായിട്ടുള്ള ചർച്ചകൾ ഒക്കെ നടത്തുന്നതൊക്കെ പട്ടാള മേധാവി പോയിട്ടായിരിക്കും, ഷെരീഫ് പോയിട്ടായിരിക്കില്ല. ഇപ്പം തന്നെ പോയപ്പോൾ ഈ അപൂർവ ധാതുക്കളുടെയൊക്കെ മാതൃക ഒരു പെട്ടിയിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു ചിത്രം പ്രശസ്തമായിരുന്നു, വൈറലായിരുന്നു. മുനീറാണ് അത് കാണിച്ചു കൊടുക്കുന്നത്. ഒരു ദൃക്സാക്ഷിയായിട്ട്, അല്ലേ, മൗനസാക്ഷിയായിട്ട് ഷഹബാസ് ഷെരീഫ് നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനൊക്കെ ഇതുവരെ മുനീറിന്റെ നേതൃത്വത്തിൽ ഈ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഞാനാണ് പ്രധാനി എന്ന് പറഞ്ഞ് മുനീർ ഭാവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അത് മുഴുവൻ ഇനി നിയമപരമാവുന്നു. നിയമപരമായി സാധുത മുനീറിന് കിട്ടുന്നു. മുനീർ ഒരു സൂപ്പർ
ഭരണാധികാരി ആവുന്നു, പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെ മുകളിൽ. അതാണ് ഭരണഘടന കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. ഈ 27ാമത്തെ ഭരണഘടനാ ഭേദഗതി, ഇത് 26 നടന്നു, 27ാമത്തെ ഇങ്ങനൊന്ന് നടക്കുന്നതായിട്ട് പുറത്തറിഞ്ഞത് 4-5 ദിവസം മുമ്പ് PPP പാർട്ടിയുടെ മേധാവി ബിലാവൽ ഭൂട്ടോ ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് ഇതിന് ഷഹബാസ് ഷെരീഫ് അവിടെ മുന്നണി സംവിധാനമാണ്, ആ മുന്നണിയിലെ കക്ഷിയാണ് ബിലാവൽ ഭൂട്ടോയുടെ കക്ഷി. അപ്പോൾ ബിലാവൽ ഭൂട്ടോയോട് ചോദിച്ചു ഷഹബാസ് ഷെരീഫ്, ഇങ്ങനെ ഭരണഘടനാ ഭേദഗതി നടക്കുന്നുണ്ട്, അതിന് പിന്തുണ വേണം. കേരളത്തിനേക്കാൾ എന്ത് ഭേദമല്ലേ, കാരണം PM ശ്രീയിൽ ഒപ്പുവെക്കുന്നുണ്ട് എന്നുള്ളത് സഖ്യകക്ഷിയോട് പറഞ്ഞില്ലല്ലോ. ഇത് ഇവിടെ അതൊക്കെ ആലോചിച്ചു. അപ്പോൾ ഇയാൾ പോസ്റ്റ് ഇട്ടു, കോടതി, മജിസ്ട്രേറ്റുമാർ, ജഡ്ജിമാരുടെ മാറ്റം, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ടെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പം അങ്ങനെ 243ാമത്തെ വകുപ്പ് ഭേദഗതി ചെയ്യുന്നു. പക്ഷെ പ്രധാനമായിട്ടും ഈ ജഡ്ജിമാരുടെ മാറ്റം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പ്രധാനം മറ്റേ ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞ തസ്തിക പ്രസിഡന്റും പ്രധാനമന്ത്രിയും പോലെ, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ, അത് ഭരണഘടനയിൽ തന്നെ എഴുതി ചേർക്കപ്പെടുന്നു. അതിനു വേണ്ടിയാണ് ഈ ഭരണഘടനാ ഭേദഗതി എന്നുള്ളത് അവിടുത്തെ വിദഗ്ധന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പൗരന്മാർക്ക് മുകളിലും ഇനി പട്ടാള നിയന്ത്രണമായിരിക്കും. ഈ മാറ്റുന്ന ഭേദഗതി ചെയ്യുന്ന 243ാം വകുപ്പ് പട്ടാള നിയന്ത്രണം ഫെഡറൽ സർക്കാരിനായിരിക്കും എന്നൊരു വാചകം ഉണ്ടല്ലോ, അത് മാറ്റുകയാണെന്നർത്ഥം. പട്ടാളത്തിന്റെ മുകളിൽ ഫെഡറൽ സർക്കാരിന് ഇനി നിയന്ത്രണം ഇല്ല. ആ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് ഫീൽഡ് മാർഷൽ എന്ന് എഴുതി ചേർക്കുന്നു. അപ്പോൾ അയൂബ് ഖാന് ശേഷം രണ്ടാമത്തെ ഫീൽഡ് മാർഷൽ, അടുത്ത ഫീൽഡ് മാർഷലാണ് ഇയാൾ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഫെയിൽഡ് മാർഷൽ എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ 3 നിന്ന് 5 വർഷമാക്കി അയാളുടെ കാലാവധി നീട്ടി. 2024 തന്നെ അത് നീട്ടിയിരുന്നു കാലാവധി. 64 വയസ്സ് എന്നുള്ള പ്രായപരിധിയും നീക്കിയിരുന്നു. ഇതൊക്കെ ഇതിൻ്റെ അകത്തും പറയും. ഭരണഘടനയിൽ ഞാൻ അറിഞ്ഞത് ഫീൽഡ് മാർഷലിൻ്റെ പ്രായപരിധി അതിൽ പറയാൻ പോകുന്നില്ല എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആവുന്ന ആള് ചിലപ്പോൾ ആയുഷ്കാലം തുടർന്നു എന്ന് വരും. പിച്ചുമ്പയും പറയുമ്പോഴും ഫീൽഡ് മാർഷലായിരിക്കും എന്ന്. അപ്പോൾ ഭാവി ഇനി ഇരുണ്ടതായിരിക്കും. നവംബർ 28-ാം തീയതി റിട്ടയർ ചെയ്യുന്ന ആളായിരുന്നു മുനീർ. ഈ നവംബർ 28-ന് അത് ഒഴിവാക്കാനുള്ള നീക്കം കൂടെയാണ് ഭേദഗതിയാണത്. നവംബർ 28-ന് റിട്ടയർ ചെയ്യുന്നില്ല. അപ്പം ഈ 243ാം വകുപ്പിന്റെ ഭേദഗതി മുനീറിന്റെ കാലാവധി ഇനി നീട്ടും. അപ്പോൾ അവിടെ നിയമ സഹമന്ത്രി അഖിൽ മാലിക് ജിയോ TV സംസാരിച്ചിരുന്നു. അതിൽ പറഞ്ഞത് 1973 ഒരു ഭരണഘടന വന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് ഫീൽഡ് മാർഷൽ വരുന്നത്. അത് ഭരണഘടനയിൽ തന്നെ വന്ന് അതിന് സാധുത കൊടുക്കേണ്ടതുണ്ട്, ഭരണഘടനാ പരിരക്ഷ അതിന് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. അമേരിക്കയിൽ 3 തവണ മുനീർ അടുത്ത കാലങ്ങളിൽ പോയിരുന്നു. അപ്പോൾ സൈനിക കാര്യങ്ങൾ മാത്രമല്ല മുനീർ അവിടെ ചർച്ച ചെയ്തത് ട്രംപിനോട്. ജൂണിൽ വൈറ്റ് ഹൗസിൽ ഒറ്റയ്ക്ക് തന്നെ നേർക്കുനേർ മുനീറിനെ വിളിച്ചിരുന്നു ഉച്ചഭക്ഷണത്തിന്. ആ സമയത്ത് മോദിയെ വിളിച്ചിരുന്നു. മോദി ആ ഭാഗത്തൊക്കെ ഉച്ചകോടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മോദി കാനഡയിലോ മറ്റോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ മോദിയെ വിളിച്ചെങ്കിലും മോദി പോയില്ല. ഈ മുനീറിന്റെ കൂടെ നിർത്തി പടമെടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു ട്രംപിന്. അത് മനസ്സിലാക്കി മോദി പോയില്ല. അങ്ങനെ ഈ ഷെറീഫിനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് എന്ന് താലിബാൻ പറയുകയും ചെയ്തിരുന്നു.
കാബൂളിൽ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ ഷെറീഫിനെ ബൈപ്പാസ് ചെയ്ത് മുനീർ ഉണ്ടാക്കിയതാണ്, അത് അമേരിക്ക പറഞ്ഞിട്ടാണ് എന്ന് താലിബാൻ ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇമ്രാനെ ഇങ്ങനെ ഒതുക്കിയത് അല്ലേ, ആ പാർട്ടിയെ PTI ഒതുക്കിയത് ഒക്കെ മുനീറാണ്. മുൻ സെനറ്റർ മുസ്തഫ നവാസ് ഖോക്കർ ഇതിനെപ്പറ്റി പറഞ്ഞത് 243 വകുപ്പ് മറ്റേ വകുപ്പ് നീക്കാൻ വേണ്ടി തന്നെയാണ് ഭരണഘടനാ ഭേദഗതി. അമേരിക്കയിലെ മുൻ പാക് സ്ഥാനപതി സാൽമി ഖാലിസാദ് പറഞ്ഞത് പട്ടാള മേധാവി കമാൻഡർ ഇൻ ചീഫ് തന്നെ ആവുകയാണ് അവിടുത്തെ മൊത്തം. പട്ടാളത്തിൽ രാഷ്ട്രീയ നിയന്ത്രണം പോവുകയാണ്. 2 സഭയിലും പാർലമെന്റിന്റെ 3/2 ഭൂരിപക്ഷം വേണം ഇതിന്. അതാണ് സഖ്യകക്ഷികളോട് അഭിപ്രായം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മുനീറിന്റെ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ടതില്ല, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കശ്മീർ ജൂഗലർ വെയിൻ എന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് വേറിട്ട വേറൊരു സമൂഹമാണ് എന്ന്, ആ പ്രസ്താവനയാണ് പഹൽഗാമിന് കാരണം എന്ന ആരോപണം പോലും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ പാകിസ്ഥാന്റെ ഭരണം മുനീർ ഔദ്യോഗികമായി ഏറ്റെടുക്കുന്ന സുദിനമത്രേ ഇത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.